അസ്സലാമലൈക്കും. അപ്പം നമ്മൾ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരിത്തിരി ലേറ്റായി നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യാൻ. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഇരുന്നിട്ടാണ് നമ്മളിത് കവർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ശനിയാഴ്ചത്തെ ക്ലിപ്സാണ് ഇതൊക്കെ. നമ്മൾ ഫസ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ തുടങ്ങുന്ന ദിവസം വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുവിധം ഇങ്ങനെയാണ് ബുക്ക് കവർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്സൊക്കെ സ്പീഡിലാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് സാധാരണ ബുക്ക് ചൊട്ടയിടാറ്. മറ്റേ ഓറഞ്ച് കളറുള്ള ബ്രൗൺ പേപ്പർ എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് എല്ലാം സാധാ പോലെ തന്നെ. ഞാനിപ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നില്ല. നെയിം സ്ലിപ്പ് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒട്ടിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജോഗ്രഫിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കവറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നെയിം സ്ലിപ്പൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിലും ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ആ ഫ്ലവേഴ്സിൻ്റെ നെയിം സ്ലിപ്പ് മാത്രമാണ് ഒരിത്തിരി കുറവായിട്ടുണ്ടായിരുന്നത്. വേറെ നെയിം സ്ലിപ്സൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഫ്ലവറിൻ്റെ നെയിം സ്ലിപ്പും ആ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പുമാണ് നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ബാക്കി എല്ലാ ബുക്സും അതേപോലെ തന്നെ കവർ ചെയ്തിട്ട് സ്റ്റീപ്ലർ അടിച്ച് കൊടുക്കണതാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ബുക്സ് എടുത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ബുക്സൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച നമ്മൾ ബുക്ക് കവർ ചെയ്യൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഞായറാഴ്ച ഇരുന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ബുക്സാണ് നമുക്കിനി കവർ ചെയ്യാനുള്ളത്. ഈ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റത്തെ ഈ ഫ്രണ്ട് പേപ്പർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞായറാഴ്ച ഇരുന്ന് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടെക്സ്റ്റും കവർ ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം. എന്നാലും ബാക്കി എല്ലാ ജോലിയും കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ടും ഡയറിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വക കിട്ടുന്ന ഒരു ഡയറി കവർ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് പ്രൊജക്റ്റിൻ്റെ ബുക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കവർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ സാധാ നോട്ട് ബുക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ നോട്ട്ബുക്ക്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നോട്ട്ബുക്ക് കിട്ടുന്നത്. ക്ലാസ്മേറ്റിൻ്റെ വക കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടിയേക്കുന്നതാണ്. ഇവിടെ സ്കൂളിൻ്റെ ഫോട്ടോസൊക്കെ ഉള്ള നോട്ട്ബുക്സാണ് ഇപ്പോൾ വന്നേക്കണത്. അങ്ങനെ നമ്മളിപ്പോൾ നോട്ട്ബുക്സ് കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബാക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്ന് നമ്മൾ കവർ ചെയ്യുകയാണ് നോട്ട്ബുക്സ് എല്ലാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ പ്രിപ്പറേഷൻസും ബുക്ക് കവറിങ്ങൊക്കെ നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോഴും നോട്ട്സൊക്കെ ചൊട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ഇപ്പോൾ നമുക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്സിൻ്റെ ഒക്കെ സ്പീഡ് ഞാൻ വളരെയധികം കൂട്ടിയിട്ടാണ് വെച്ചേക്കണത്. അതുകൊണ്ടാണ് ഈ ക്ലിപ്സ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബുക്ക് കവറിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബുക്കും കവർ ചെയ്ത് കഴിഞ്ഞ് ഡയറിയും കവർ ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ അനിയൻ പൗച്ചിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു നോർമൽ ഷാർപ്നർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ പുതിയതായിട്ട് റബ്ബറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു പെർമനൻറ്റ് മാർക്കർ, ക്യാമലിൻ്റെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെൻസില്, പിന്നെ 2 പുതിയ പേന വെച്ചിട്ടുണ്ട് അവൻ. ഒരു ബ്ലൂ പെന്നും ഒരു ബ്ലാക്ക് പെന്നും ആണ് അവൻ വെച്ചേക്കണത്. പിന്നെ അവൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ഒരു സാധാ പെന്ന് വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ താൽക്കാലികമായി സ്കെയിൽ വെച്ചിട്ടില്ല. അത് നമ്മൾ പുറത്ത് പോകുമ്പോൾ വാങ്ങാമെന്നിരിക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്കൂൾ ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ചെറുതായിട്ട് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ്. നമുക്ക് ഷൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഷൂസ് വാങ്ങിയിട്ടുണ്ടായില്ല. അത് മാത്രം വാങ്ങാനുണ്ടായുള്ളൂ. അങ്ങനെ എനിക്കും അനിയനിക്കും ഷൂസൊക്കെ വാങ്ങി. അപ്പോൾ ആ കടയിൽ കുറേ അടിപൊളി ചെരുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ യൂണിഫോം തേക്കണ സമയത്ത് എൻ്റെ യൂണിഫോം കൊടുത്തപ്പോൾ അവൻ തേച്ച് തന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നെയിം സ്ലിപ്പൊക്കെ ടെക്സ്റ്റ് ബുക്സിലും നോട്ട് ബുക്സിലും ഒട്ടിങ്ങനെയാണ്. ഞാൻ ഏകദേശം ടെക്സ്റ്റിലും നോട്ടിലും
ഒരേ തരം നെയിം സ്ലിപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് ഇത്രയും നേരം. അപ്പോൾ ഇംഗ്ലീഷിന് നമ്മൾ ഫ്രോസൻ്റെ ഒരു നെയിം സ്ലിപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ അനിയൻ്റെ പൗച്ചിൽ എന്തൊക്കെയാണെന്ന് കണ്ട സ്ഥിതിക്ക് ഞാനും എൻ്റെ പൗച്ചിൽ എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ പൗച്ച് തന്നെയാണ്, ഞാനത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പുതിയ പൗച്ചുണ്ട്, ഞാനതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ സാധാ ഒരു പെൻസിൽ വെക്കുന്നുണ്ട്, പിന്നെ 2 പേന. അവൻ വെച്ചത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ 2 പേന വെക്കുന്നത്. ഒരു ബ്ലാക്ക് പെന്ന് വെക്കുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ. സാധാരണ ബ്ലാക്ക് പെൻ, ബ്ലൂ മാത്രമാണ് ഒരിത്തിരി ഫാൻസി. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത സ്കെയിൽ വെക്കുന്നുണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ട് കുറച്ച് ഷാർപ്നേഴ്സ് കണ്ടപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ പെന്നിന് മാച്ചായിട്ടുള്ള കളറായിരുന്നു അതിൽ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഞാൻ അത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പേസ്റ്റൽ പേർപ്പിൾ കളറായിരുന്നു. അങ്ങനെ ആ ഷാർപ്നർ വെച്ചിട്ടുണ്ട്. പിന്നെ അവനെടുത്ത് ഇറേസർ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അതിനെക്കാട്ടി ചെറിയൊരിത്തിരി ക്യൂട്ടായിട്ടുള്ള ഇറേസർ വെച്ച്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.